ഈ ഓണക്കാലത്ത് പഞ്ചസാര നന്നായി കഴിക്കും. കേൾക്കുമ്പോൾ പാരഡോക്സ് സ്റ്റേറ്റ്മെന്റ് പോലെ തോന്നുന്നുണ്ടല്ലേ? സംഭവം വളരെ ഗൗരവമുള്ളതാണ്. എഥനോൾ സൃഷ്ടിച്ച പഞ്ചസാര വിലക്കയറ്റം ജനങ്ങളെ വലയ്ക്കുകയാണ്. E20 പെട്രോളിനായി എഥനോൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചതാണ് പഞ്ചസാര വിലക്കയറ്റത്തിന് കാരണം. പ്രധാനമായും കരിമ്പ്, ചോളം, അരി തുടങ്ങിയവയാണ് എഥനോൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. 20% എഥനോൾ പെട്രോളിൽ കലർത്തുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ വൻതോതിൽ കരിമ്പ് ഇതിനായി ഉപയോഗിക്കേണ്ടി വരുന്നു. സ്വാഭാവികമായും പഞ്ചസാര മില്ലുകൾക്കുള്ള കരിമ്പ് ലഭ്യത കുറയുന്നു. ഇതാണ് വിപണിയിൽ പഞ്ചസാര ക്ഷാമത്തിന് കാരണമായത്. മാത്രമല്ല, ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ എഥനോളിനായി അരി കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അരിയുടെ വിലയും പഞ്ചസാരയുടെ വിലയും കുതിച്ചുയരാൻ ഇത് കാരണമായി. 40 രൂപയ്ക്ക് താഴെയായിരുന്ന പഞ്ചസാര വില 65 രൂപ എന്ന നിലയിലേക്ക് ഉയർന്നു. ഇനിയും വില കൂടാനാണ് സാധ്യത. E20 പെട്രോൾ ഉപയോഗത്തിലൂടെ വാഹന ഉടമകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പുറമെയാണ് ഇതുമൂലം അവശ്യവസ്തുക്കളുടെ വിലയും കൂടുന്നത്. മുൻ വർഷങ്ങളിലെ കരിമ്പിന്റെ ഉൽപാദനം, സംഭരണം, വില തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും E20 പെട്രോൾ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള കണക്കുകളെക്കുറിച്ചും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ധനകാര്യ സെക്രട്ടറിയും കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗവുമായ P. കൃഷ്ണപ്രസാദ് സംസാരിക്കുന്നു. രാജ്യത്താകെ പഞ്ചസാരയുടെ വിലയിൽ വലിയ കുതിച്ച് കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് 2026 ജൂലൈ മാസം 20-ാം തീയതി 48 രൂപ വിലയുണ്ടായിരുന്ന 1 കിലോ പഞ്ചസാര ഇന്ന് 2026 ആഗസ്റ്റ് 21-ന് ഒരു മാസം ഒരു ദിവസവും കഴിയുമ്പോൾ 58 രൂപ 23 പൈസയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 10 രൂപയാണ് 1 കിലോയിൽ വർദ്ധിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ വർധനവ് ഉണ്ടാവുന്നതിനേക്ക് കാരണമാവുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ കരിമ്പ് വൻതോതിൽ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 30 ലക്ഷം മെട്രിക് ടൺ കരിമ്പ് ഷുഗറാണ്, അല്ലെങ്കിൽ ഷുഗറിൻ്റെ സ്റ്റോക്ക് കുറഞ്ഞിരിക്കുകയാണ്. 2021-22 358 ലക്ഷം മെട്രിക് ടണ്ണാണ് നമുക്ക് ഉണ്ടായിരുന്ന ഷുഗറിൻ്റെ സ്റ്റോക്ക്. അത് 2025-26 304 ലക്ഷം മെട്രിക് ടണ്ണായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2018 കണക്ക് പ്രകാരം 2% കരിമ്പാണ് എത്തനോളിന് വേണ്ടി ഉപയോഗിച്ചത്. അത് 2020-21 ആയപ്പോഴേക്ക് 6% വർദ്ധിച്ചു. 2022-23 12% വർദ്ധിച്ചു. ഇപ്പോഴും ഗവൺമെൻറ് പറയുന്നത് 9% ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്, എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഷുഗറിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ ഈ കുറവ് വന്നിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ അടിയന്തരമായി നികുതിയില്ലാതെ 10 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഇന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഭാഗമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഗവൺമെൻറ് ബോധപൂർവം ഇവിടുത്തെ വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കുകയാണ്. ഇവിടെ നിയന്ത്രിക്കുന്നത് കൃഷിക്കാർക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നില്ല, ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കും അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. ഇതിൻ്റെ ഗുണം കിട്ടുന്നത് വലിയ രൂപത്തിലുള്ള ട്രേഡ് നടത്തുന്ന ട്രേഡ് ബൂർഷ്വാസികൾക്കാണ്, വൻകിട മുതലാളിമാർക്കാണ്, ഈ വ്യാപാര രംഗത്തുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ മുഴുവൻ നേട്ടവും കിട്ടുന്നത്. സ്പെക്കുലേഷനിലൂടെ വലിയ രൂപത്തിൽ കർഷകരെ കൊള്ളയടിക്കുകയും മറുഭാഗത്ത് ജനങ്ങൾ കൊള്ളയടിച്ച് അവരിൽ നിന്ന് പഞ്ചസാരയുടെ വിലയിൽ വലിയ വില വാങ്ങുകയും ചെയ്യുന്നവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കാനാണ് മോഡി സർക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ BJPയുടെ ഗവൺമെൻറ് കീഴിൽ ഉത്തർപ്രദേശിലെ കൃഷിക്കാർക്ക് ഇന്നിപ്പോൾ ഒരു കിൻഡൽ കരിമ്പിൻ്റെ വില 365 രൂപയാണ്. 48 രൂപ വില ഷുഗറിന് നിശ്ചയിച്ചാൽ, പഞ്ചസാരയ്ക്ക് നിശ്ചയിച്ചാൽ പോലും അതിൽ ഈ ഷുഗർ മില്ലുകൾക്ക് ലഭിക്കുന്ന ലാഭം, ആ ലാഭത്തിൻ്റെ 50% കർഷകർക്ക് കൊടുത്താൽ ഈ 365 രൂപയ്ക്ക് പകരം 482 രൂപ കർഷകർക്ക് ഒരു കിൻഡലിന് പഞ്ചസാരയ്ക്ക് വില കൊടുക്കാൻ കഴിയും. എന്നാൽ അങ്ങനെയൊരു നിയമം നിർമ്മിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറല്ല, കർഷകരെ സഹായിക്കാൻ തയ്യാറല്ല. കർഷകൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് കരിമ്പ് വാങ്ങുകയും എന്നിട്ട് ഈ കരിമ്പ് ഉൽപ്പാദന മില്ലുകൾക്ക് പോലും അവർ 43 രൂപയാണ് ഇപ്പോൾ അവർ ഈ പറഞ്ഞ മാർക്കറ്റ് റേറ്റിൽ കരിമ്പ് കൊടുക്കുന്നത്. പക്ഷേ 58 രൂപയാണ് ഈ പറഞ്ഞ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നത്. ഇത്രയും വലിയ കൊള്ളയാണ് BJPയുടെ ഗവൺമെൻറ് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അഖിലേന്ത്യാ കിസാൻ സഭ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള വലിയ ക്യാമ്പയിൻ കരിമ്പ് കർഷകർക്കിടയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
പഞ്ചസാര വില കുത്തനെ ഉയർന്ന പശ്ചാത്തലത്തിൽ 10 ലക്ഷം ടൺ പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ട്. E20 പെട്രോൾ മൂലം വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകളുടെ ആശങ്കകൾക്ക് പുറമെയാണ് പ്രീമിയം പെട്രോളിലേക്ക് മാറാൻ ഉപഭോക്താക്കൾ നിർബന്ധിതരായിരിക്കുന്നത്. പ്രീമിയം പെട്രോളിൽ എഥനോളിന്റെ അളവ് കുറവാണെന്ന് പ്രചരിപ്പിച്ചാണ് വിൽപ്പന. എന്നാൽ ഇതിന് സാധാരണ പെട്രോളിനേക്കാൾ വില കൂടുതലാണ്. സാധാരണ പെട്രോളിന് ലിറ്ററിന് ഏകദേശം 115 രൂപയാണെങ്കിൽ പ്രീമിയം പെട്രോളുകൾക്ക് ഉപഭോക്താക്കൾ 120 മുതൽ 125 രൂപ വരെ നൽകേണ്ടി വരുന്നു. പ്രീമിയം പെട്രോൾ സാധാരണക്കാരന് താങ്ങാൻ കഴിയില്ല. ജനങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ പണച്ചെലവാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. എന്താണ് പ്രീമിയം, എന്താണ് അതിന്റെ ഗുണം എന്നതിനെ കുറിച്ച് വ്യക്തതയും നൽകിയിട്ടില്ല. പ്രീമിയം പെട്രോളിൽ എഥനോളിന്റെ അളവ് കുറവാണെന്ന് പറഞ്ഞ് വലിയ വില നൽകി അത് വാങ്ങാൻ ജനങ്ങളെ നിർബന്ധിക്കുകയാണ്. എണ്ണ കമ്പനികൾക്കും വൻകിട മുതലാളിമാർക്കും കൊള്ളലാഭം നേടിക്കൊടുക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രമാണിത്. പ്രീമിയം പെട്രോൾ, E20, സാധാ പെട്രോൾ എന്നിങ്ങനെ വേർതിരിച്ച് നൽകുന്നതും പ്രാവർത്തികമല്ല. ഏത് പെട്രോൾ ആണ് തങ്ങളുടെ വാഹനത്തിൽ നിറയ്ക്കുന്നതെന്ന് ഉപഭോക്താക്കൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഇത് വലിയ രീതിയിലുള്ള തട്ടിപ്പിലേക്കാണ് പോകുന്നതെന്നും വ്യക്തമാണ്. E20 കൊണ്ടുവരുന്നതും പഞ്ചസാര വിലയിലെ കുതിച്ചുകയറ്റവും പ്രീമിയം പെട്രോളുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ജനങ്ങളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് കുത്തക മുതലാളിമാർക്ക് ലാഭം കൊയ്യാൻ കേന്ദ്രം മെനഞ്ഞ തിരക്കഥ. ഇതിൽ ദുരിതം അനുഭവിക്കുന്നത് രാജ്യത്തെ സാധാരണ ജനങ്ങളും.